നാട്ടാരാണെങ്കിലേ ഇങ്ങനെ വേണം. നമ്മളെ നാട്ടിലത്തെ ആർക്കെങ്കിലും എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ കെട്ടായിട്ടാണ് നിൽക്കേണ്ടത്. അല്ലാതെ ആ മനസ്സെ കുടുങ്ങിക്കണം ഓനെ ചവിട്ടി ഒരു ഭാഗത്ത് കാക്കല്ല വേണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെ ഇന്ന് കാണാൻ പോണത് അങ്ങനത്തെ ഒരു വിഷയമാണ്. കണ്ണ് നനയിക്കണ ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ജാതി മതഭേദമില്ലാതെ രാഷ്ട്രീയമില്ലാതെ ഇവിടുത്തെ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടിയിരിക്കണം. എന്താ പറയുക, സ്വന്തം നാട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടി കണ്ടാണ് ഇത്രയും ജനങ്ങൾ പുറകെ കാണുന്ന ഈ നാട്ടുകാരുണ്ടല്ലോ. ഇവരിന്നില്ലാന്നുണ്ടെങ്കിൽ നാസറാക്ക ഇന്നില്ല. അത് തന്നെയാണ് പറയല്ലേ. കാരണം അത്രയും കടത്തിൽ മുങ്ങി ഒരു വാത്തുക്കായി നിൽക്കുമ്പോഴും ഈ നാട്ടുകാരൊരു സമാധാന വാക്ക് എല്ലാത്തിനും ഒപ്പം നിൽക്കുകയാണ് നാട്ടുകാർ. അപ്പം എന്താണെന്നില്ല ഇവിടുത്തെ കാരണപ്പെട്ട ആൾക്കാരോട് നമുക്ക് ചോദിച്ചു നോക്കാം. നാസറാക്ക എന്ന് പറയുന്ന ആൾ ഈ നാട്ടിൻ്റെ ഒരു അത്താണിയായിരുന്നു ഒരു സമയത്ത്. കാരണം ഗൾഫിലും ബാക്കിയുള്ള കച്ചവടവും കാര്യങ്ങളെല്ലാം ആയി നല്ല ഉഷാറിപ്പെട്ട് ഈ നാട്ടിൻ്റെ സർവ്വജനങ്ങൾക്കും ഒരു ജാതി മതം ഭേദങ്ങളോ അതൊന്നും അറിയാത്ത ജനങ്ങൾക്ക് എല്ലാ സമയത്തും സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവസ്ഥയാണ്. കാരണം ഇതൊക്കെ വന്നുകാണ്ട് ടിക്കറ്റ് എടുക്കണ്ടേ. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇനി റമദാൻ മാസമാണ്. ഇനി നാസർക്ക് പറഞ്ഞ ഡേറ്റിൻ്റെ അവിടേക്ക് കാത്തിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ മുന്നേ പെരുന്നാളാവുമ്പോൾ തന്നെ നമ്മൾ ഈ ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ പെരുന്നാളിന് നമ്മൾ ഇവിടെ വന്നാണ്ട് നാട്ടിൽ വെച്ച് പെരുന്നാൾ വേണ്ട ഇവിടെ വന്നാണ്ട് നമ്മൾ നറുക്കെടുക്കും. ഇക്ക എന്താ പറയല്ലേ പറഞ്ഞോളൂ. ഈ 3 ടിക്കറ്റിൽ അടിച്ചാൽ ഇത് നാസർ തന്നെ. അതല്ലാതെ അല്ല 3 ടിക്കറ്റ് എന്നെ മക്കളെ കൊണ്ട് ഞാൻ കഴിയുന്നത് ടിക്കറ്റ് ഞാൻ എടുപ്പിക്കും. ഗ്രൂപ്പിൽ ഞാൻ എടുപ്പിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരെല്ലാവരും മനക്കെട്ടിട്ട് നല്ല സന്തോഷത്തോടെ ഇതെടുത്തിട്ട് നാസർ ചാനെ രക്ഷപ്പെടുത്തണം. നല്ല നാസർ ചാനൽ ബേജാറ് നമുക്കുണ്ട്. മനസ്സ് വിങ്ങിങ്ങാണ്ടാണ് ഒരു അയൽവാസിയായ ഒരു സുഹൃത്തായ ഒരാൾ പറയുന്നത്. അതാണ് നമ്മൾ കാണേണ്ടത്. കടം കൊണ്ട് ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ എന്തിനാണ് നമുക്ക് വീടിൻ്റെ ആവശ്യമില്ല. കാരണം അത്രയും കടത്തിലാണ്. നാട്ടുകാരെ മുഖത്തേക്ക് നോക്കണം. അപ്പം ഞാൻ പറഞ്ഞെന്താ അറിയോ, ഈ വീട് അതേപോലെ ഒരു വണ്ടി ജിംനി വണ്ടി ബൈക്ക് ഒരു ബുള്ളറ്റ് ഉണ്ട്, അതേപോലെ ഒരു ആക്റ്റീവ് ഉണ്ട്, പിന്നെ കുറച്ച് സാധനങ്ങളും ഇതൊക്കെ വെറും 1000 ഉറുപ്പ്യക്കാണ് നിങ്ങൾക്ക് തരാൻ പോണത്. അത് ആർക്കാണോ അടിച്ചത് പുണ്യമാക്കപ്പെട്ട ഈ റമദാൻ മാസത്തിൽ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ 1000 ഉറുപ്പ്യ. ഇനി 2 ആളാണെങ്കിൽ 500 ഇത് എടുത്തു കഴിഞ്ഞാൽ ഇനി 4 ആളാണെങ്കിൽ 250 വെച്ച് എടുത്തു കഴിഞ്ഞാലും നമ്മളൊരു ടിക്കറ്റ് കൂപ്പൺ എടുക്കുകയാണെങ്കിൽ ആ കൂപ്പണിനെ പിന്നെ നിങ്ങളെ ഫോൺ നമ്പർ കാര്യങ്ങൾ ഇത് നറുക്കെടുക്കുമ്പോൾ കിട്ടുകയാണെങ്കിൽ ഈ വീട് അല്ലെങ്കിൽ ഇവിടുത്തെ വാഹനം കാര്യങ്ങൾ എല്ലാം ഇതാക്കും. അതായത് നാസർക്കൈ വീട് വെക്കാനുള്ള കാരണം ഇതൊരു മൂപ്പറ് ദുബായിൽ ഒരു 5-6 മാസം മുമ്പ് ബിസിനസ്സിന് പോയി. അപ്പോൾ മൂപ്പറാടുന്ന് കുറച്ചാൾ കൂടി പറ്റിച്ച് വലിയൊരു അമ്മണ്ട പറ്റിച്ചേ. അപ്പം മൂപ്പറ് ഈ വീട് വെക്കാണ്ട കാരണം ഒരാളുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു വിഷമത്തിലുള്ള സമയത്ത് എങ്ങനെയുള്ള വീട് വെക്കാനുള്ള ഒരു മനസ്സ് വരുള്ളൂ. ഇപ്പം നമ്മളെ ഇസ്ലാമിൽ തന്നെ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ഭാര്യ ഒരു വണ്ടി ഒരു വീട് അതാണ് ഏറ്റവും ആവശ്യമുള്ളത്. അതിലുള്ള ഒരു വീട് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ഥിതി ഏടം വരെ എത്തിയിട്ടുണ്ടാവും. പറ്റേ അങ്ങ് എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ സ്വന്തം വീടും സ്വന്തം വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നത്. ഡേറ്റ് ഫിക്സ് ചെയ്തിരുന്നു. ആ ഡേറ്റിൽ നിന്ന് കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് മാറ്റം വരുത്താൻ കാരണം നാസർകാക്കല്ല, ഇവിടുത്തെ നാട്ടുകാരാണ് ഇത് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞു. എന്താണ് നിങ്ങളിത് ഡേറ്റ് മാറ്റാനുള്ള കാരണം? ഡേറ്റ് മാറ്റാനുള്ള കാരണം നമ്മൾ ഉദ്ദേശിച്ച ടിക്കറ്റ് ഇന്നും സെയിൽ ഇതായിട്ടില്ല, കൂപ്പന് പോയിട്ടില്ല. അപ്പൊ ഡേറ്റ് മാർച്ച് 25 വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ആ ഡേറ്റ് നമ്മൾ ആ ടിക്കറ്റ് ഇത് കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ നാസർക്കാക്ക് ഇനി കടത്തിന്റെ മോൾ കടാവും. അതുകൊണ്ട് ബാധ്യത ഉണ്ടാവും. അപ്പൊ നമ്മൾ നാട്ടുകാരെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് നീട്ടാനുള്ള. ഇതുവരെ കുറച്ച് ആൾക്കാർക്കുള്ള പൈസ കൊടുക്കാണ്ടായിരുന്നത്. ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ 1000-കണക്കിന് ആൾക്കാരാണ് ടിക്കറ്റ് എടുത്തിക്കുന്നത്. ഇപ്പൊ നിങ്ങള് മനസ്സ് വെച്ച് കഴിഞ്ഞാല് ഇത്രയും ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു കുടുംബമാണ് രക്ഷപ്പെടുക. പിന്നെ കടത്തുമര കട വയ്യാണ്ട് പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാണ്ട് അല്ലാ ഞമ്മക്ക് ആ ടിക്കറ്റ് എടുത്താമായിരുന്നു, ആ പാവത്തിന് രക്ഷിക്കാമായിരുന്നു എന്നൊന്നും കരുതിയിട്ട് പിന്നീട് നമ്മൾ ഖേദിച്ചിട്ട് കാര്യമല്ല. അപ്പൊ ഇപ്പോ നിങ്ങളെ കൊണ്ട് പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ എന്താണോ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയണത് അത് നിങ്ങൾ ചെയ്യുക. 14 സെന്റിൽ 2400 സ്ക്വയർ ഫീറ്റ് വീടാണിത്. എടുത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഓരും ആ ഗ്രൂപ്പിൽ തന്നെ 4000 ആൾക്കാർ മൂപ്പർക്ക് ടിക്കറ്റ് എടുത്തോരെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരും പറഞ്ഞു ഒരു കുറച്ച് ദിവസം അങ്ങോട്ട് ആക്കിയത് കൊണ്ട് നമുക്കൊന്നും പ്രശ്നമില്ല. നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് കുറച്ചും പാട് ദിവസം നമ്മൾ നീട്ടണത്. അപ്പം ഇനി മനസ്സ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് കാണാം, സന്തോഷമായിട്ട് ഇതിലൂടെയൊക്കെ നടക്കണത് കാണാം ഈ കുടുംബമായിട്ട്. അപ്പോൾ നാസറൊക്കെ പറയും മാർച്ച് 30 നമ്മൾ ഡേറ്റ് ഫിക്സ് ആക്കിയിട്ടുള്ളത്. പക്ഷെ അന്ന് 4869 ടിക്കറ്റ് ഇന്ന് രാവിലേക്ക് നമ്മൾ തീർന്നിട്ടുണ്ട്. ഏകദേശം പ്രവാസികൾ തന്നെ എടുത്തത്. ഒക്കെ പ്രവാസികൾ തന്നെ എടുക്കുന്നത്. അപ്പൊ അതില് നമുക്ക് വയസ്സ് ഏകദേശം 80% ആൾക്കാർ വയസ്സ് വരുന്നുണ്ട്. നിങ്ങളെ ടാർഗറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ നീട്ടി മുമ്പോട്ട്
ഒരു 2 മാസത്തേക്ക് നീട്ടും എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഉണ്ടായിന്. പിന്നെ എൻ്റെ നാട്ടിലെല്ലാവരും വന്ന് കഴിഞ്ഞ ആഴ്ച വന്ന് ഇവിടെ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞ് നീ ഇനിയും കടത്തിൽ നീ ഇനിയും കയറാൻ പാടില്ല. അപ്പോൾ നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. കടത്തുനിന്ന് സലാമത്തായാൽ എനിക്ക് പിന്നെ വേറെ ടെൻഷൻ ആക്കേണ്ടിയില്ല എന്ന് ഉദ്ദേശം വെച്ച് നാട്ടുകാരെ എല്ലാവരും സമ്മതത്തോടു കൂടി ഞാനൊരു തീരുമാനം അവരെന്നെ പറഞ്ഞ് എന്നാണ് നമ്മൾ എടുക്കുന്നത്? ടിക്കറ്റ് എന്നാ എടുക്കുന്നത്? മെയ് 25-ാം തീയതിക്ക് എടുക്കാമെന്ന് എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ആയില്ലെങ്കിൽ മെയ് 25-ന് ഏതായാലും എടുക്കുന്ന മെയ് 25-ന് ടിക്കറ്റ് ആയാലും ഇല്ലെങ്കിലും ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നമ്മള് ഇത്രയും ജനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുക്കും. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ അതേപോലെ നമ്മളിതിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ടിക്കറ്റ് വേണം, 10 ടിക്കറ്റ്, 20 ടിക്കറ്റ്, അതേപോലെ 5 ടിക്കറ്റ്, 1 ടിക്കറ്റ് ആണെങ്കിലും നമ്മൾ നിങ്ങൾക്ക് വാട്സപ്പ് PDF അതിൻ്റെ ഫയൽ നമ്മൾ അയച്ചു തരും. ഇന്ന് നാട്ടുകാർ വന്നിക്കണ പറഞ്ഞാൽ ഒന്നുംപാടെ കുറച്ച് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ് ലൈവായിട്ട് ഓരോരുത്തർ എത്ര ടിക്കറ്റ് എടുക്കേണ്ടതിൽ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് കാണാം. ടിക്കറ്റ് എടുക്കണത് 2 10 ടിക്കറ്റ് 10 ടിക്കറ്റിൽ ആലാട്ടിൽ ആ കൂപ്പനായിട്ട് വന്നെങ്കിൽ ആ കൂപ്പൺ നാസർ ചാക്ക തന്നെ. ഈ 2 ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ഈ നമ്പറിൽ വന്നെങ്കിൽ ഇതിൽ 2 ടിക്കറ്റിന് ഏത് നമ്പർ വന്നെങ്കിൽ 50-50 ആയിട്ട് എടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. 10 കൂപ്പണ് അല്ലേ? സർക്കാരെ ഞങ്ങള് വിടാൻ സമ്മതിക്കുന്നില്ല. 25 ടിക്കറ്റാണ് എടുത്തുക്കണ്. എന്താ 25 ടിക്കറ്റ് എടുക്കാനുള്ള കാരണം? നമ്മള് അത്താണിയാണ്. അത്താണി നാട്ടുകാരനല്ലേ? നാട്ടുകാരനാണ്, എല്ലാമാണ്. നമുക്ക് കൈവിടാൻ പറ്റൂല. അതാണ് പറയണ്ടേ, ഞമ്മക്ക് കൈവിടാൻ പറ്റൂല. നാട്ടുകാരാണ് ഒരുമിച്ച് നിൽക്കുന്നത്. കൊണ്ട് എന്നെ സഹകരിക്കുക. എല്ലാവരും പൊരുത്തപ്പെട്ട് ഓരോ കൂപ്പനും കൊടുത്ത് എന്നെ സഹായിക്കാം. കാരണം കുഞ്ഞാനി പറഞ്ഞ പോലെ വീട് ഇങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ നാട്ടുകാരെ എല്ലാവരെയും സമ്മതത്തോടു കൂടി ഞാൻ ഇൻഷാ അല്ലാഹ് 1.5 മാസത്തേക്ക് നീട്ടിയിട്ടുണ്ട്. മെയ് 25-ാം തീയതി ഏതായാലും ആയാലും എടുക്കും തന്നെ. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇത് ലാസ്റ്റ് ആണോ എന്ന് കരുതി നിൽക്കരുത്. മാക്സിമം കഴിയുന്നത്ര എത്രയും പെട്ടെന്ന് ഈ കൂപ്പൺ എടുത്ത് തന്നെ സഹായിക്കാം.